ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-8 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് നടുവശം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനൊരു ഗ്ലാസ് കൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 2 പീസ് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കട്ട് ചെയ്ത പീസുകൾ മാറ്റി വെക്കുക. ഇനി വേണമെങ്കിൽ ചതുര കഷ്ണങ്ങളാക്കി മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നടുവശം ഇതേപോലെ മുറിച്ച് ഇത് ചതുര കഷ്ണങ്ങളാക്കി അങ്ങനെയും മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പഴമാണ്. നല്ല പഴുത്ത പഴം എടുക്കുക. അതിനുശേഷം അത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു ബൗളിൽ 2 മുട്ട പൊട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇതേപോലെ വെട്ടിയെടുക്കണം. നന്നായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ച് ആറ്റിയ പാലാണ്. അപ്പോൾ ചൂടുള്ള പാല് ചേർക്കരുത്, മുട്ട പിരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 2 മുട്ട 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൽ 1/2 ഗ്ലാസ് പാല് കറക്റ്റായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യുക. പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ എപ്പോഴും നല്ല സിമ്മിൽ വെക്കുക, ഏറ്റവും സിമ്മിൽ വെക്കുക. ഇനി നേരിയ ചൂട് മതി. ഇനി നമുക്ക് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ 2 കഷ്ണമുള്ള ബ്രെഡാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് തിരിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും പൊട്ടി പോവുകയില്ല. ഇതൊന്ന് നല്ല സ്റ്റൗ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പഴമൊക്കെ വേകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ പഴം നുറുക്കുകൾ വെച്ച് കൊടുക്കുക. എത്രയും വെക്കാമോ അത്രയും അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫുള്ളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട മിക്സ് ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിലേക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൽ കൊള്ളാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസും കൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഏറ്റവും സിമ്മിലല്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പഴം വേകണം, മുട്ടയും വേകണം. അപ്പോൾ പഴം നന്നായിട്ട് വേകുന്നതിനനുസരിച്ച് പഴം നല്ല സോഫ്റ്റായി വരും. അപ്പോൾ നന്നായിട്ടത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഈ മുകളിൽ വെച്ചേക്കുന്ന ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് അമർന്നിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം, പഴം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മുട്ട മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പഴം നന്നായിട്ടൊന്ന് വെന്തെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ 1 മിനിറ്റ് 1-1.5 മിനിറ്റൊക്കെ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ കരിയാതെ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ആ വശവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേവിച്ചെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് പാകമായി കഴിയുമ്പോൾ അത് മാറ്റാം. ഇനി വേറൊരു വിധത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതുപോലെ തന്നെ നെയ്യ് ഇട്ട ശേഷം ബ്രെഡ് വെക്കുക. അതിൻ്റെ താഴേക്ക് ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ മിക്സ് ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മളിപ്പോൾ മറ്റേത് ചെയ്ത പോലെ തന്നെ പഴനുറുക്കുകൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊരു ഇത് ചെയ്ത് കൊടുത്ത് രാവിലെ വൈകിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇത് കഴിക്കാൻ തോന്നുകയും ചെയ്യും. നല്ല ഒരു പലഹാരമല്ലേ, ശരിക്കൊരു നല്ലൊരു സ്നാക്സാണ്. ബ്രെഡ് ഉണ്ട്, അതിനകത്ത് മുട്ടയുണ്ട്, പഴമുണ്ട്, പാലുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ഈ 2 കഷ്ണം വെച്ചാണ് നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഇത് 1 കഷ്ണമല്ലേ ഉള്ളൂ, ഇത് കഴിക്കുന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളിത് നല്ലോണം മൊരിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം കഴിച്ചാലും നമ്മുടെ വിശപ്പ് മാറും. അത്രയും നല്ലൊരു ടേസ്റ്റാണ്.
എല്ലാം അടങ്ങിയേക്കണമുണ്ട്. നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്കതിനെ കണക്കാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യാം. രാവിലെ ആയാലും വൈകിട്ടായാലും. വൈകിട്ട് പിള്ളേരൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.